ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു ഫുഡിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ നാട്ടിലെ ഇറച്ചിക്കടമ്പ്, കടമ്പ്, ആണപ്പത്തിരി, കക്കറോട്ടി എന്നൊക്കെ പറയുന്ന ഈ സാധനം കുറെ ആൾക്കാർക്ക് അറിയില്ല. അതും നമ്മളെ ഒരു മലബാർ ഏരിയയിൽ നിന്ന് അങ്ങോട്ട് പോയാൽ ആർക്കും അറിയാത്തൊരു സാധനം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്? അപ്പൊ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 2 ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഉള്ളി വന്നതിന് ശേഷം തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടെടുത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് അതൊന്ന് കുക്കായി കിട്ടിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും ജീരകവും മല്ലിപ്പൊടിയും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതെന്തിനാ വെച്ചാല് നമ്മള് ഓരോ നാട്ടിലും അല്ലെങ്കിൽ അവരവർക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട്. അപ്പൊ ഇവിടെ എല്ലാവർക്കും ഒരു ചുവന്ന കളറിലുള്ള കറിയാണ് ഇഷ്ടം. അപ്പൊ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് അരച്ചെടുക്കുക, നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ ചെയ്തെടുക്കുക. കാരണം ഇതിന്റെ പാലെല്ലാം എടുക്കുന്നത് ഡയറക്റ്റ് ഇത് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചിക്കനെല്ലാം ഒന്ന് കുക്കായതിനു ശേഷം മാത്രമേ ഇത് ഒഴിക്കാൻ പാടില്ല കേട്ടോ. കാരണം കുറെ സമയം ഇത് വെച്ച് തിളപ്പിക്കാൻ കഴിയില്ല. നല്ല തിക്കായ കറി ആയിരിക്കണം കേട്ടോ നമുക്ക് വേണ്ടത്. ഇല്ലെങ്കിൽ ഈ ഒരു കടമ്പിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒലിച്ചു പോവും. അങ്ങനെ കറിയുടെ സെറ്റായിട്ട് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് മാവ് ഇടാൻ ഏട്ടത്തിൽ റെഡിയാക്കിയിട്ട് ഇത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ഉണ്ടാക്കൂലേ, പുഴുങ്ങലരി സോക്ക് ചെയ്ത് അരച്ചിട്ടൊക്കെ വെക്കൂലേ, സാധാരണ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ആ ഒരു അരച്ചു വെച്ച ആ ഒരു അരിയിലേക്ക് നമ്മൾ തേങ്ങയും കുറച്ച് ജീരകവും ഉള്ളിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ അതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടാണ് ഈ ഒരു മാവ് ഉണ്ടാക്കുന്നത്. ഓരോ സ്ഥലത്ത് വ്യത്യാസം ഉണ്ട് കേട്ടോ. എല്ലാം ഇതിന്റെ പേരും ഇതിന്റെ ഷേപ്പും അങ്ങനെ ഓരോന്ന് സ്ഥലത്ത് വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ ഇതെല്ലാം എങ്ങനെയാണെന്നൊന്ന് പറയട്ടോ, ഒന്ന് കമന്റ് ഇട്. അങ്ങനെ ഈ ഒരു മാവ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഉരുട്ടി എടുക്കണം. പണ്ടെല്ലാം ഇതുപോലെ ഉമ്മ എന്ത് ചെയ്തു, നമ്മളെല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ കൊണ്ടുവെക്കും. അന്നേരം ദേഷ്യം പിടിക്കും. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു ഇത് മനസ്സിലായത്, കാരണം ഇത് ഒറ്റയ്ക്കിരുന്ന് ഉരുട്ടാന്ന് പറയുന്നത് ഭയങ്കര ബോറ് പരിപാടിയാണ്. ഇതാകുമ്പോൾ പണിയും നടക്കും, വർത്താനവും നടക്കും. അങ്ങനെ ഇത് നമ്മൾ ഉരുട്ടിയെടുത്ത് ജസ്റ്റ് നടുവിലൊന്ന് പ്രസ് ചെയ്തിട്ടാണ് ഒരു ഷേപ്പാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം, ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഈ ഒരു ഉണ്ടപ്പുട്ട് റെഡി ആയതിനു ശേഷം നമുക്ക് കറി നേരത്തെ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ, അതിന്റെ ഗ്രേവി മാത്രം വേറൊരു പാത്രത്തിലേക്ക് കുറച്ചൊഴിക്കുക. അതിൽ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ഇത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ബിരിയാണിക്കെല്ലാം ദമ്മിടുന്ന പോലത്തെ പരിപാടിയാണ് കേട്ടാ. അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്രേവി നല്ല തിക്കായിരിക്കണം എന്നുള്ളത്. അതൊന്ന് സെറ്റ് ആവും. അപ്പോഴത്തേക്ക് ഇത് റെഡി ആവട്ടോ. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. നമ്മളിത് ബീഫിലും ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ചിക്കനാണ്. പീസ് പിന്നെ ഇട്ട് കൊടുക്കാട്ടാ. ചിക്കന്റെ പീസിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ എല്ലാം കൂടി കലങ്ങി മറിഞ്ഞു പോകണ്ട. അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ.